ജോലി? ഞാൻ ഡിഫൻസിലാണ്. അതെ, അപ്പൊ റിട്ടയർഡ് ആയതാണോ? ഞാൻ VRS കൊടുത്തിട്ട് VRS കൊടുത്ത് വന്നതാണ്. അപ്പൊ കൊണ്ടുവന്നതാണ് ഇത്. ഞങ്ങള് പഞ്ചാബ് പഞ്ചാബിലെ കോഴികളാണ്. അവര് ഇത് വിരിച്ചിറങ്ങിയിട്ട് എത്ര മാസമായിട്ടുണ്ടാവും? ഇപ്പൊ ഒരു 2 മാസമായിട്ടുള്ളൂ. ഇത് സന്തോഷേട്ടന്റെ ഇൻക്യുബേറ്റർ വെച്ചിട്ടാണ് നമ്മള്. നമ്മുടെ ഇൻക്യുബേറ്റർ എവിടുന്നായിരുന്നു? ഇത് നമ്മുടെ സന്തോഷേട്ടന്റെ AC റൂമിൽ ഇരുന്നിട്ട് ഇത് ഒരു എൻഗേജ്മെന്റ് ആകാണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ വേപ്പില, വെറ്റില, കണക്കൂർക്ക, പിന്നെ കരിഞ്ചീര, വെള്ളത്തിന്റെ ടാങ്കാണ് അത് ഫിൽട്ടറാണ്. ഫിൽട്ടർ ചെയ്തിട്ടാണോ? ഫിൽട്ടറാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് പാലക്കാട് കഞ്ചിക്കോടുള്ള ജോർജ് ഏട്ടന്റെ ഫാമിലാണ്. അപ്പൊ ജോർജ് ഏട്ടൻ ആരാന്നല്ലേ? ഇതാണ് ജോർജ് ഏട്ടൻ. നമ്മുടെ ഫാമിന്റെ പേര് ഡാഡ്സ് അക്വ. ഈ ജോർജ് ഏട്ടനോട് നമുക്ക് ഈ ഫാമിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. നമസ്കാരം ജോർജ് ഏട്ടാ. എന്താണ്, എത്ര നാളായി നമ്മുടെ ഈ ഫാം തുടങ്ങിയിട്ട്? 4-5 കൊല്ലമായിട്ട്. അതെ, 4-5 വർഷം ആയിട്ടുള്ളൂ. അപ്പൊ അതിന് മുൻപ് എന്തായിരുന്നു ജോർജ് ഏട്ടന് ജോലി? ഞാൻ ഡിഫൻസിലാണ്. അതെ, അപ്പൊ റിട്ടയർഡ് ആയതാണോ? ഞാൻ VRS കൊടുത്ത് വന്നതാണ്. അപ്പൊ ഇതിനോടുള്ള താല്പര്യം കൊണ്ട് ഇറങ്ങിയതാണോ അതോ ചുമ്മാ ഇരിക്കണ്ടല്ലോ? അങ്ങനെയല്ല, വെറുതെ വീട്ടിലിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇറങ്ങിയതാണ്. നമ്മുടെ ഒരു ഹെൽത്തും ഒരു എക്സസൈസും പിന്നെ ഇതിന്റെ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. മീൻ വളർത്തുന്നുണ്ട്, കോഴിയുണ്ട്. ഫാമിലിയൊക്കെ വീട് ചന്ദ്രനഗർ. ചന്ദ്രനഗറിലാണ്. അപ്പൊ ഈ ഫാം നമ്മൾ ഇവിടെ ചേട്ടാ ഒറ്റയ്ക്കാണോ അതോ ഇത് അപ്പൊ ഇതിന് സഹായിക്കാൻ ആരും വേണ്ട? ആരുമില്ല, തനിച്ച് തന്നെ വന്നു രാവിലെ വരും? ഇല്ല, ഞാൻ ഇവിടെ തന്നെ ചെയ്യാണ്. അതെ, നമുക്ക് ഈ ഫാം ഒന്ന് കണ്ടാലോ? ചേട്ടാ, ഇത് ഏത് ഇനത്തിൽപ്പെട്ട കോഴികളാണ്? കരിങ്കോഴിയാണ്? കരിങ്കോഴിയൊന്നും ഇല്ല, നമ്മുടെ സാധാരണ. അപ്പൊ ഇത് മൊത്തം കറുപ്പിലല്ലേ? അപ്പൊ നമ്മൾ സാധാരണ ചുവപ്പ്, വെള്ളം അങ്ങനെയൊക്കെയല്ലേ കാണുന്നത്. ഇത് ഫുള്ള് ബ്ലാക്ക് ആണ്. എവിടുന്ന് കൊണ്ടുവന്നതാണ്? ഇത് ഞങ്ങള് പഞ്ചാബിലെ കോഴികളാണ്. അപ്പൊ മുട്ട കൊണ്ടുവന്ന് വിരിയിപ്പിച്ചതാണ്? ഇല്ല, ഇത് ആദ്യം നമ്മള് പാരന്റ് സ്റ്റോക്ക് എടുത്തതാ. പഞ്ചാബിന്റെ പൂവനും പെടയും കൊണ്ടുവന്നതാണ്. എന്നിട്ട് അതിന് മുട്ട എടുത്തിട്ട് ഇത് ഉണ്ടാക്കിയതാ. ഇത് പറയുമ്പോ ഒരു ഹൈ. ഇതിപ്പോ എത്ര കോഴികളുണ്ട് ഇതിലിപ്പോ ഇവിടെ ഉള്ളതൊക്കെ കുഞ്ഞുങ്ങളാണ്. എത്രയായി ഇത് വിരിച്ചിറങ്ങിയിട്ട്? എത്ര മാസമായിട്ടുണ്ടാവും? ഇപ്പൊ ഒരു 2 മാസമായിട്ടുള്ളൂ. ഇത് വിരിച്ചിറങ്ങിയിട്ട് ഒരു 2 മാസമായിട്ടുള്ളൂ. ഒരു 5 മാസം കൂടുമ്പോ നിങ്ങൾ മുട്ട വയ്ക്കും. നമ്മുടെ നാടൻ മുട്ട. നമ്മുടെ നാടൻ കോഴിയെ പോലെ 90 ദിവസം അങ്ങനെയല്ല. ഇത് എത്ര ഇത് കഴിയുമ്പോ ഒരു തവണ മുട്ടയിട്ട് വിരിയിപ്പിച്ചിട്ട് എത്ര മാസം കഴിയുമ്പോ പിന്നെ ഇത് മുട്ടയിടുന്നത്? അങ്ങനെയല്ല, ഇത് മൊത്തം നോക്കുമ്പോ എനിക്ക് ഒരു 10-80 കോഴികളെ കിട്ടിയത്. 80 നോക്കുമ്പോ ഒരു 15 ചാത്തനും ബാക്കി ഒരു 65 പെടയുണ്ടായിരുന്നു. അപ്പൊ അതിന്ന് നമുക്ക് എങ്ങനെ നോക്കിയാലും ഒരു 10-50 മുട്ടന്റെ അടുത്ത്, 50-52 മുട്ടന്റെ അടുത്താണ് ഒരു ദിവസം കിട്ടുന്നത്. പിന്നെ അതിന്നാണ് ഞാനിപ്പോ അത് നമ്മൾ ഇവിടെ തന്നെ വിരിയിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെ വിരിയിപ്പിക്കുക. അതെ, അത് എങ്ങനെയാണ് വിരിയിപ്പിക്കുന്നപ്പോ? നമ്മൾ സന്തോഷേട്ടന്റെ ഇൻക്യുബേറ്റർ വെച്ചിട്ടാണ് നമ്മള്. നമ്മുടെ ഇൻക്യുബേറ്റർ എവിടുന്നായിരുന്നു? ഇത് നമ്മുടെ സന്തോഷേട്ടന്റെ, നമ്മുടെ കണ്ണമ്പ്ര കാരപ്പറ്റയിലുള്ള സന്തോഷേട്ടന്റെ KRS ഇൻക്യുബേറ്റർ എന്നാണ് ചേട്ടൻ നേരിട്ട് പോയിട്ടാണ് ഞാൻ നേരിട്ട് പോയി മേടിച്ചതാണ്. അതെങ്ങനെ? ഫോണിലൂടെ വീഡിയോസ് കണ്ടിട്ട്? വീഡിയോ കണ്ടു. പിന്നെ സന്തോഷേട്ടനോട് സംസാരിച്ചു. പിന്നെ ഇവിടെ കുറെ പേര് സന്തോഷേട്ടന്റെ ഇൻക്യുബേറ്റർ വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോ അത് നമ്മള് ഈ യൂട്യൂബിലെ റിസൾട്ട് ഒക്കെ കണ്ട് പിന്നെ ഈ വ്യൂസ് ഒക്കെ നല്ല വ്യൂസ് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഡയറക്റ്റ് പോയി സന്തോഷേട്ടനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു ചെറിയ ഒരു 100ന്റെ ഇൻക്യുബേറ്റർ മേടിച്ചത്. അതിന് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയപ്പോ പിന്നെ ഇനി 2 വലുത് 200ന്റെ മേടിച്ചു. ഇപ്പൊ ഒരു 6-7 എണ്ണം ഉണ്ട്. 6-7 എണ്ണം ഉണ്ട് ഇൻക്യുബേറ്റർ. അതിൽ മൊത്തം നമ്മൾ ഇവിടെ തന്നെ വിരിയിപ്പിക്കുകയാണല്ലോ അല്ലേ? ഞാൻ തന്നെ വിരിയിപ്പിക്കാം, വേറെ ആരുമില്ല. വേറെ ഒരാളുടെയും സഹായം ഇല്ലാണ്ട് തനിച്ചാണ് ജോർജ് ഏട്ടൻ. അത്രയും ഇഷ്ടം കൊണ്ടാണ്, ഇതിനോടുള്ള അത്രയും ഇഷ്ടവും താല്പര്യവും ഒക്കെ കൊണ്ടാണ് ജോർജ് ഏട്ടൻ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ചേട്ടാ, നമ്മൾ റിട്ടയർഡ് ആയിട്ട് എന്താണ് ഈ വഴി തെരഞ്ഞെടുക്കാനുള്ള കാരണം? സാധാരണ എല്ലാവരും റിട്ടയർമെന്റ് കഴിഞ്ഞ് വീട്ടില് റെസ്റ്റ് എടുക്കണം എന്നായിരിക്കും. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഒരു എക്സസൈസ് ആവും.
പിന്നെ ഇതിന് ഭയങ്കര എനിക്കൊരു താല്പര്യമുണ്ട്. ചെറുതിലെ തൊട്ടിട്ട് നമുക്ക് കോഴികള്, എന്റെ അടുത്ത് പൂച്ചയുണ്ട്, പട്ടിയുണ്ട്, പിന്നെ നമ്മള് മീനും വളർത്തുന്നുണ്ട്. അപ്പൊ മീനുണ്ട്, നമുക്ക് വരാല് വളർത്തുന്നുണ്ട്. അപ്പൊ എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ വെറുതെ വീട്ടിലിരുന്ന് AC റൂമിൽ ഇരുന്നിട്ട് ഇത് ഒരു എൻഗേജ്മെന്റ് ആകാണ്ട് നമുക്ക് ഇത് ഒരു മാനസിക സന്തോഷം ഫാമിലി സപ്പോർട്ട് ഇല്ലേ? ഉണ്ട്. അവരൊക്കെ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മള് ആരും വെക്കണില്ല. ചെയ്യണ ഞാൻ 3-4 മണിക്കൊക്കെ എണീക്കും. ഇതുങ്ങളെ തീറ്റ വെക്കും, വെള്ളം വെക്കും. പിന്നെ ഇതിന്റെ കംപ്ലീറ്റ് നമ്മൾ എന്താന്ന് പറഞ്ഞാല് ഇതിന് ഞാൻ മെഡിസിൻ കൊടുക്കാണ്ടേ വളർക്കുന്നത്. വാക്സിനേഷൻ ഒന്നും ഇല്ല അതിന്, ഇതുവരെ കൊടുത്തിട്ടില്ല. ഞാൻ ഇതുവരെ നമുക്ക് ഒന്നും കേടൊന്നും സംഭവിച്ചില്ല. പച്ചമരുന്ന് മാത്രം കൊടുക്കും. നമ്മൾ ഉണ്ടാക്കുന്നത് ഈ വേപ്പില, വെറ്റില, കണക്കൂർക്ക, പിന്നെ കരിഞ്ജീരകം. അത് നമ്മുടെ കോഴി വളർത്തുന്ന കർഷകർക്ക് വേണ്ടിയിട്ട് ആ മരുന്നുകൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് വെറുതെ നമ്മൾ ഒരു മിക്സിയിൽ അടിച്ചിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിൽ. എന്തൊക്കെയാണ് അപ്പൊ അതിന് ഉപയോഗിക്കുന്നത്? വേപ്പില, വെറ്റില, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ തന്നെയാണ്. വേറെ ഒരു സാധനം പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. വേപ്പിലുണ്ട്, വെറ്റില, അതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതല്ലേ. കണക്കൂർക്ക നമ്മൾ പല സ്ഥലങ്ങളിലും പലതായിരിക്കും പറയേണ്ടത്. അപ്പൊ ചീരാപ്പ് കുറുക്കന്റെ എല്ലാന്ന് പറയാറുണ്ട്, കണക്കുറുക്കന്റെ എല്ലാന്ന് പറയാറുണ്ട്. നമ്മുടെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആവി പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു സാധനമാണ് അത്. പിന്നെ തുളസി, തുളസിന്റെ എല്ലാം നമ്മുടെ വീട്ടില്. പിന്നെ നമ്മുടെ വീട്ടില് കരിഞ്ജീരകം, മഞ്ഞള്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഉള്ളി, ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക്, മുളക് ഇടാറുണ്ട്. ചെറിയൊരു പീസ് മുളക്, അധികം ഒന്നും ഇടാൻ പാടില്ല. ഒരു ചെറിയ പീസ്, ഒരു 1/2 കിലോ അരച്ചെങ്കിലും ഒരു ചെറിയ പീസ് മുളക് ഇടും. പിന്നെ നമ്മുടെ ഈ അയ്മോദകം ഉണ്ടല്ലോ, അതും അതൊക്കെ ചേർത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ദിവസം രാവിലെ ഒരു സ്പൂൺ എടുത്തിട്ട് അതിന് വെള്ളത്തിൽ കലക്കി കൊടുത്താൽ മതി. ഞാൻ ഇതിന് വരെ ഈ കോഴികളിന് വാക്സിൻ ഇട്ടിട്ടില്ല. ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടല്ലേ? പച്ചമരുന്നിന്റെ ഗുണമാണല്ലേ നമ്മുടെ നാടൻ ചികിത്സയും നാടൻ അതുകൊണ്ട് നമ്മള് ഈ പഴയ കാലത്തിലൊക്കെ നമുക്ക് എന്തുണ്ട്, അവരൊക്കെ ഈ വാക്സിനും കാര്യങ്ങളും അടിച്ചിട്ടാണ് ഇപ്പോഴല്ലേ നിങ്ങൾ അതൊക്കെ കണ്ടുപിടിച്ചത്. മുമ്പ് അവരും കോഴി വളർത്തിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അറിയാലോ. നമ്മള് പഴയ രീതിയിലാണ് ജോർജ് ചേട്ടന്റെ കർഷകൻ എന്താണ് ജോർജ് പഴയ രീതിയിലാണ് കോഴികളെ പരിപാലിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ പോണെന്നാണ് ജോർജ് ചേട്ടൻ നമ്മളോട് പറയുന്നത്. ഇനിയുള്ള കർഷകർക്കുള്ള എന്താണ് ജോർജ് ചേട്ടൻ പറയുന്നത്? നമ്മൾ പഴയ രീതിയിൽ കോഴികളെ പരിപാലിക്കുക, യാതൊരു കേടുപാടും സംഭവിക്കുന്നില്ല. നല്ല ആരോഗ്യത്തോടെയുള്ള കോഴികളാണ്. കണ്ടാൽ മനസ്സിലാവും. ചേട്ടൻ ഒന്ന് കാണിച്ചു കൊടുത്താൽ കോഴികളിനെ നല്ല ആരോഗ്യത്തോടെയുള്ള കുഞ്ഞുങ്ങളാണ്. 2 മാസം പ്രായമായിട്ടുള്ളൂ. നല്ല വലിപ്പം വയ്ക്കും ഇത്. ഈ കോഴികൾ നല്ല നമുക്ക് ഒരു 3 കിലോ വരെ വെക്കും. വരൂല്ലേ? ഈ ബ്രഹ്മന്റെ പോലെ ഉണ്ടാവും. ബ്രഹ്മക്കോഴി ഉണ്ടല്ലോ. ഇത് മുട്ടയിടാൻ പ്രായമായിട്ടില്ലല്ലോ? ഇല്ല, ഇത് 5 മാസം ആവണം മുട്ടയിടാൻ. അപ്പൊ ഇപ്പൊ മുട്ടയിടുന്ന കോഴികളുണ്ടോ? ഇതിന്റെ മുട്ടയിടുന്ന പാരന്റ് സ്റ്റോക്ക് നമ്മുടെ തോട്ടത്തിലുണ്ട്. തോട്ടം വേറെ ഉണ്ടോ? തോട്ടം തമിഴ്നാട്ടിലാണ്. അതെ. അപ്പൊ ആ തോട്ടം ഉണ്ട്. നമ്മൾ മുട്ടയ്ക്ക് വല്ല പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ സാധാരണ നാടൻ കോഴിയെ പോലെ തന്നെയാണ്. നമ്മള് ഒരു വൈദ്യറിന് മുട്ട കൊടുക്കും. അവര് മറ്റേ ഈ നാടൻ മുട്ടയായിട്ട് ചികിത്സക്കൊക്കെ വേണ്ടി. അപ്പൊ അവര് പറയുന്നത് ഹൈ പ്രോട്ടീൻ ഉള്ള മുട്ട. അതെ, നമ്മള് സാധാരണ നാടൻ കോഴിയേക്കാൾ ഹൈ പ്രോട്ടീൻ ആണ് ഈ ഇതിന്റെ മുട്ടയ്ക്ക് വരുന്നത്. ഹൈ പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് അവർക്ക് ഈ ചികിത്സക്ക് വലിപ്പം എങ്ങനെയാണ്? വലിപ്പം ഇതിന്റെ ഈ നമ്മുടെ സാധാരണ നാടൻ കോഴിന്റെ വലിപ്പം സാധാ നാടൻ കോഴിന്റെ സെയിം കളറ്, ഡിഫറെന്റ് കളറിലാണ് മുട്ട ഉണ്ടാവുക. അതെ. ബാക്കിയൊക്കെ നിങ്ങൾ BV380 മറ്റേ ബ്രോയിലറൊക്കെ ഒരേ കളറിലുണ്ടാവും. ഇത് നമ്മുടെ സെയിം നാടൻ കോഴിന്റെ ആ കളറിൽ അങ്ങനെ അതേ വലിപ്പം തന്നെയാണ്. അതേ വലിപ്പമാണ്. അതിനെക്കാട്ടി കുറച്ചുണ്ട്. ഈ മറ്റേ വലിയ കോഴി ഉണ്ടല്ലോ, പെരുവട എന്ന് പറയും, അതിന്റെ വലിപ്പത്തിലുള്ള ലഗോണില്ല, നമ്മുടെ ഈ അസീലിന്റെ
അതെ അസീലുണ്ടല്ലോ ഈ കൊത്തുകോഴി, അതിന്റെ വലുപ്പം ഉണ്ടാവും. ഉണ്ടാവും. തീരെ ചെറുതില്ല. തീരെ ചെറുത് പറഞ്ഞാൽ നമ്മുടെ 60-ആം കോഴിയും 90-ആം കോഴീന്റെ പോലെ ഉണ്ടാവില്ല. അത് നമുക്ക് മാർക്കറ്റിൽ അത് വിൽക്കാനും വഴിയില്ല. വാല്യൂ കുറവാണ്. എന്താണെങ്കിൽ ചെറിയ മുട്ടയാകുമ്പോ അവര് കസ്റ്റമർ പറയും ഇത് ഭയങ്കര തീരെ ചെറുതായിട്ട്, നമ്മൾ കൊടുക്കുന്ന റേറ്റിന് ചെറിയ മുട്ടയാകുമ്പോ അവർക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ ഗുണം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ കരുവ് പറയുമ്പോ ഭയങ്കര തിക്കായിട്ടുണ്ടാവും. അതാണ് പ്രോട്ടീൻ കൂടുതലുള്ളതുകൊണ്ട്. പിന്നെ ഇത് മറ്റേ ബ്രോയിലർ മുട്ട പോലെ ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചെങ്കിൽ ഇങ്ങനെ ഓടും, പരന്ന് ഓടും. ഇത് അങ്ങനെയല്ല, ഇങ്ങനെ തിക്കായിട്ട് ഒരു സ്ഥലത്ത് അങ്ങനെ നിൽക്കും. അതാണ് അതിന് അത്രയും പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ തന്നെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് നാടൻ മുട്ട ആയതുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ വലിയ ഹൈബ്രിഡ് ആകുമ്പോ അത് നിൽക്കില്ല. BV380 അങ്ങനെയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ല മുട്ട ഇതാണ് അല്ലേ? ഇതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടും പോകുന്നുണ്ട്. മുട്ട സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോ അധികം ഞാനിപ്പോ മറ്റേ ഓർഡർ ഉള്ളതുകൊണ്ട്, ഈ കുഞ്ഞുങ്ങൾ ഓർഡർ ഉള്ളതുകൊണ്ട് അധികം നമ്മള് മുട്ട വിരിയിപ്പിച്ച് കൊടുക്കുക. എക്സസ് ഉണ്ടെങ്കിൽ നമ്മള് സെയിൽ ചെയ്യും. ജോർജേട്ടാ, ഇതിന് വെള്ളം സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വെള്ളം പറയുന്നത് ഇതാണ് മറ്റേ ഡ്രിങ്കർ. ഈ ഡ്രിങ്കറിൽ വെള്ളം വരും. ഇത് പറയുമ്പോ ഇതിന്റെ ടാങ്കാണ്, വെള്ളത്തിന്റെ ടാങ്കാണ്. അത് ഫിൽറ്ററാണ്. ഫിൽറ്ററാണ് നമ്മൾ ചെയ്യുന്നത്. മെയിൻ സാധനം പറയുന്നത് കോഴിക്ക് ഫിൽറ്റർ വെള്ളം. അപ്പൊ നമ്മൾ ഈ വെള്ളത്തിൽ നിന്നാണോ അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കോഴികൾക്ക് രോഗം വരുന്നത്? മെയിൻ ഇതിന് വരുന്നത് ഈ ജലദോഷവും പനിയാണ്. ഈ ജലദോഷം പനി വരുന്നത് ഈ നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിട്ട് നമ്മള് ഫിൽറ്റർ ഫിൽറ്റർ വാട്ടറാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ. അപ്പൊ ഇവിടെ ഈ ടാങ്കിന് വെള്ളം നിറച്ച് ഫിൽറ്റർ ചെയ്തിട്ട് അതങ്ങനെ ഓട്ടോമാറ്റിക്കലി വെള്ളം പൈപ്പിൽ വന്നിട്ട് ഫിൽറ്ററിൽ കയറി കഴിഞ്ഞിട്ടാണ് നമുക്ക് ടാങ്കിൽ പോകുന്നത്. ഇതിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് ടാങ്കിൽ നിറച്ച് വെക്കും. ടാങ്കിൽ പോകുന്നതാണ് ഓട്ടോമാറ്റിക് ആയിട്ട്. ഇതിലൊക്കെ നമ്മള് വെള്ളം. അപ്പോ പ്യുവർ വാട്ടറാണ് നമുക്ക് അതുങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മാക്സിമം അതിന്റെ ഒരു 70-80% രോഗങ്ങൾ തടയാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പച്ചമരുന്ന് കൊടുക്കുന്നതുകൊണ്ട് അപ്പൊ ടോട്ടലായിട്ട് നിങ്ങൾ ഹെൽത്തി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികളെ നമുക്ക് ഇങ്ങനെ കിട്ടും. വെള്ളത്തിലൂടെയാണ് പല രോഗങ്ങളും വരുന്നത്. നമ്മൾ മനുഷ്യന്മാരാണെങ്കിൽ അങ്ങനെയാണല്ലോ, വെള്ളത്തിലൂടെയല്ലേ പല രോഗങ്ങളും വരുന്നത്. അപ്പൊ ഫിൽറ്റർ ചെയ്തിട്ട് വെള്ളം കൊടുക്കുന്നതുകൊണ്ട് 80% കോഴികൾക്ക് രോഗം വരില്ല എന്നാണ് നമ്മുടെ ജോർജേട്ടൻ പറയുന്നത്. പിന്നെ നാടൻ പച്ചമരുന്നും കൊടുക്കുന്നതുകൊണ്ട് 100% കോഴികൾക്ക് യാതൊരു അസുഖങ്ങളും ഇല്ല.